നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഫീഡിലും സോഷ്യൽ മീഡിയയിലൊക്കെ പലതരത്തിലുള്ള ക്യാപ്ഷനുകളും ന്യൂസുകളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങൂ, അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങൂ, റിട്ടയർമെൻറ്റിന് വേണ്ടി നിങ്ങളുടെ ഇൻകത്തിൻ്റെ 15% മാറ്റി വെക്കൂ. അതുപോലെ ചിലർ പറയുന്നു ടെക് സ്റ്റോക്കുകൾ നിങ്ങൾ ഒഴിവാക്കൂ, കാരണം AI ബബിൾ ബേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, AI ബബിൾ പൊട്ടാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ സ്റ്റോക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചോ ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നോക്കി ലൈക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂസ് ആയിരിക്കും അൽഗോരിതം നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ആൾക്കാർ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏത് വിശ്വസിക്കണം, ഏത് വിശ്വസിക്കാൻ പാടില്ല. ആളുകൾക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഞാനിപ്പോൾ ഈ സ്റ്റോക്കുകളെ കുറിച്ചും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും അല്ലെങ്കിൽ ഫിനാൻസിനെ കുറിച്ചും ഒക്കെ കാര്യമായിട്ടും നോക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 8 വർഷമായിട്ടുണ്ട്. 2018 ഞാൻ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. 2017-18 ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, ഇങ്ങനെ തല പോയിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വട്ടുപിടിപ്പിക്കുന്ന ഇങ്ങനെ കുറേ ടേംസും കാര്യങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾക്കും കാണാം, ന്യൂബി ആയിട്ടുള്ള ബിഗിനർ ആയിട്ടുള്ള ആളുകൾക്കും കാണാം. ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു റിവിഷൻ ആവും. കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു വ്യക്തത കിട്ടും. ഇനി പുതിയതായിട്ടുള്ള ആളുകൾ കാണുകയാണെങ്കിൽ എന്താണ് ഈ സംഭവം എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ രണ്ടുപേർക്കും ഇത് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പണം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാനും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കുക. ഐ എം ആദിൽ ഹുസൈൻ. വെൽക്കം ടു മൈ ചാനൽ. സോ ആദ്യം നോക്കാം വാട്ട് ഈസ് ഇൻവെസ്റ്റിംഗ്, വൈ ഡസ് ഇറ്റ് മാറ്റർ സോ മച്ച്. എന്താണ് ഇൻവെസ്റ്റിംഗ്, എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഇത്രയും പറയാൻ കാരണം? ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് കൂടുതൽ പണം ഉണ്ടാക്കുക. ഒരു പാസീവ് ഇൻകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മൾ പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കുക. നമ്മുടെ പണം നമുക്ക് വേണ്ടി പണിയെടുത്ത് നമ്മൾ കിടന്നുറങ്ങുമ്പോഴും പൈസ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത്രയും സിമ്പിളാണ്, അത്രേ ഉള്ളൂ മനസ്സിലാക്കാൻ. അല്ല വലിയ റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമെന്ന് പറയുന്നത്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ തന്നെയാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. 1 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ 2026 നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഐഫോൺ വാങ്ങിക്കാം, നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് വാങ്ങിക്കാം, വലിയ തെറ്റില്ലാത്തൊരു യൂസ്ഡ് ബൈക്ക് നല്ലത് വാങ്ങിക്കാം. അങ്ങനെ പല കാര്യങ്ങളും ഈ 2026 നിങ്ങൾക്ക് ഈ 1 ലക്ഷം രൂപ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 1 ലക്ഷം രൂപ നിങ്ങൾ വളരെ സേഫായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ കബോർഡിന്റെ ലോക്കറിൽ വെച്ച് പൂട്ടി. അത് കഴിഞ്ഞൊരു 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് ഈ സേഫ് തുറന്ന് ലോക്കർ തുറന്ന് 1 ലക്ഷം രൂപ എടുക്കുകയാണ്. 2026 അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഐഫോൺ വാങ്ങിക്കായിരുന്നു, ലാപ്ടോപ്പ് വാങ്ങിക്കായിരുന്നു, ബൈക്ക് വാങ്ങിക്കായിരുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. എന്നാൽ 2036 നിങ്ങളുടെ ഇരിക്കുന്ന ഈ 1 ലക്ഷം രൂപ കൊണ്ട് ഈ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. അതായത് വർഷത്തിൽ ഇപ്പോൾ ഒരു 5-6% വെച്ച് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 10 വർഷത്തിൽ 50-60% ഇൻഫ്ലേഷൻ. 2026 നിങ്ങൾ സേഫിൽ വെച്ച് പൂട്ടിയ 1 ലക്ഷം രൂപയുടെ വാല്യൂ 2036 40,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ 2036 നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതിനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ വെൽത്ത് ബിൽഡ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ 2-3 ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ രണ്ടാമത്തെ പ്രയോജനം എന്ന് പറയുന്നത്. നമ്മളെ പണക്കാരനാക്കാനും സമ്പന്നനാക്കാനും വെൽത്ത് ബിൽഡ് ചെയ്യാനും ഇൻവെസ്റ്റിംഗ് സഹായിക്കും. നമ്മൾ ജീവിക്കുന്ന ഈ എക്കണോമിയിൽ നമ്മളൊരു സാലറി ജോബ് ചെയ്യുന്നതിനേക്കാളും വെൽത്ത് പെട്ടെന്ന് ബിൽഡ് ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, അസറ്റുകൾ സ്വന്തമാക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ അച്ഛനോ അപ്പൂപ്പനോ ഒക്കെ ഒരു 30-40 വർഷം മുമ്പ് വാങ്ങിയ നിസാര പൈസയ്ക്ക് 1000 രൂപയ്ക്കും 1500 രൂപയ്ക്കും ഒക്കെ വാങ്ങിയ പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് ലക്ഷങ്ങളാണ്. അന്ന് 1000, 1500, 2000 രൂപയ്ക്ക് വാങ്ങിയ പ്രോപ്പർട്ടി ഇപ്പോൾ ചിലപ്പോൾ 40 ലക്ഷം 50 ലക്ഷം ഒക്കെ ആയിട്ടുണ്ടാകും. അത് ഒരു 40-50 വർഷത്തിലാണെന്ന് ആലോചിക്കണം. അപ്പോൾ അതും ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നാൽ നമ്മളങ്ങനെ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു പണത്തിന് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ ലിക്വിഡിറ്റിയുടെ പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് പെട്ടെന്നൊന്നും ഇന്ന് തീരുമാനിച്ച് നാളെ നമുക്ക് പ്രോപ്പർട്ടി വിൽക്കാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. അവിടെ നമുക്ക് ലിക്വിഡിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഇന്ന് ഈ ഒരു മാർക്കറ്റ് അവറിൽ നമ്മൾ നമ്മുടെ സ്റ്റോക്ക് വിൽക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കത് അപ്പോൾ വിറ്റിട്ട് T+2 ഡേയ്സ് ട്രാൻസാക്ഷൻ +2 ഡേയ്സ് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ എത്തുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ പണത്തിൻ്റെ വാല്യൂ ഓരോ വർഷവും 8 മുതൽ 18% വരെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ആവറേജ് കണക്കാണ് പറയുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റ് ക്ലാസ് ഏതാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ അനുസരിച്ചിരിക്കും. പക്ഷേ നമുക്കൊരു വേഗമായിട്ടുള്ളൊരു ഫിഗർ പറയുകയാണെങ്കിൽ 8 മുതൽ 18% വരെ ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടുതൽ വളരുന്നതൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ റെയർ ആണ്. പക്ഷേ എന്തായാലും ഈ ഒരു ലിമിറ്റിനുള്ളിലാണ് നോർമലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ നിങ്ങളുടെ സാലറിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ വർഷവും നിങ്ങളുടെ സാലറി 10 മുതൽ 18% വരെയൊക്കെ ഇൻക്രിമെന്റ് നിങ്ങൾക്ക് കിട്ടാറുണ്ടോ? അതായത് ഈ വർഷം നിങ്ങൾക്ക് 1 ലക്ഷമാണ് സാലറി എങ്കിൽ
അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും അത് 1,18,000 അല്ലെങ്കിൽ 1,10,000 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇൻക്രിമെന്റ് കിട്ടാറുണ്ട്. പല ആളുകൾക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. കിട്ടുന്ന ആളുകളുണ്ടാവും, പക്ഷെ പല ആളുകൾക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. 5-6 വർഷമൊക്കെ ആയിട്ട് ഒരേ സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. സാലറിയിൽ പ്രത്യേകിച്ച് ഇൻക്രിമെന്റ് ഒന്നും ഇല്ലാതെ ഇൻഫ്ലേഷനൊപ്പം എത്താൻ പെടാപ്പാട് വിടുന്ന ആളുകളാണ് ഭൂരിഭാഗവും. അതായത് പണത്തിന്റെ മൂല്യം കുറയുന്നുണ്ട്, പക്ഷേ സാലറി കൂടുതൽ കിട്ടുന്നില്ല. സാധനങ്ങളുടെ വില കൂടുന്നുണ്ട്, പക്ഷേ സാലറി കൂടുതൽ കിട്ടുന്നില്ല. ഇതൊക്കെയാണ് സാധാരണക്കാരന്റെ അവസ്ഥയെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സമ്പാദിക്കുക, ചെലവഴിച്ചു പോവുക, സമ്പാദിക്കുക, ചെലവഴിച്ചു പോവുക, കടം വാങ്ങുക എന്ന് പറയുന്ന ഈ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തു വരാൻ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾ അറിയണം, ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു ബിഗിനർ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർട്ട് 2, ഹൗ ഡസ് ദ സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക്. നിങ്ങളിപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു സ്റ്റോക്ക് വാങ്ങുന്നു. അതായത് കമ്പനിയുടെ ഒരു ഭാഗം, ഒരു ചെറിയ ഭാഗം ഇപ്പോൾ നിങ്ങളുടെ സ്വന്തമാണ്, നിങ്ങളുടെ കൈകളിലാണ് ഇരിക്കുന്നത്. ഒരു കമ്പനി അവരുടെ ഷെയറുകൾ പബ്ലിക്കിന് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, പബ്ലിക് ആക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷെയറുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ആയിരക്കണക്കിന് കമ്പനികൾ നമ്മുടെ ചുറ്റുമുള്ളതിനെ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പല പല കമ്പനികളുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കാറ് മാരുതി, നിങ്ങൾ ഉപയോഗിക്കുന്ന ബൈക്ക് ബജാജ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് HDFC, ICIC, ഇങ്ങനെയൊക്കെയുള്ള പല പല കമ്പനികളുണ്ട്. നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല പ്രോഡക്ട്സിൻ്റെയും കമ്പനികൾ. ആ കമ്പനികളെല്ലാം കൂടി ഒരു മാർക്കറ്റ് പ്ലേസിൽ കൊണ്ടുവന്നിട്ട് അതിനെ പല പല ഷെയറുകളാക്കിയിട്ട് ആ ഷെയറുകൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അനുസരിച്ച് ഈ ഷെയറുകളുടെ പൈസ ദിവസം മുഴുവൻ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ പെട്ടെന്നൊരു ന്യൂസ് വരികയാണ്, HDFC ബാങ്കിന് ഒരു മൾട്ടിനാഷണൽ കമ്പനി ഫണ്ട് ചെയ്യാൻ പോകുന്നു, വേറെ ഒരുപാട് ബ്രാഞ്ചസ് അവർ ഓപ്പൺ ചെയ്യാൻ പോകുന്നു, അവരുടെ ബിസിനസ് സംരംഭം വളർത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്നൊരു ന്യൂസ് വരുന്നത് വിചാരിക്കുക. അപ്പോഴത്തേക്കും ആളുകൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ ബാങ്ക് ഇപ്പോൾ വളരും, ഈ ബാങ്ക് വളർന്നു കഴിഞ്ഞാൽ അതിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവും. അതിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇത് വാങ്ങാൻ തോന്നും, അങ്ങനെ ഇതിൻ്റെ ഷെയർ പ്രൈസ് കൂടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷെയർ ഇപ്പോൾ വാങ്ങി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഷെയർ പ്രൈസ് കൂടുമ്പോൾ എനിക്ക് ലാഭം ഉണ്ടാകും എന്ന് കരുതിയിട്ട് ആളുകൾ അത് വാങ്ങാൻ തുടങ്ങും. അങ്ങനെ ആളുകൾ ഇതിൻ്റെ ഷെയർ വാങ്ങാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടുന്നു. പക്ഷേ സപ്ലൈ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ഷെയർസ് മാത്രമേ ഉള്ളൂ. പുതിയ പുതിയ ഷെയർസ് ഉണ്ടായി വരുന്നില്ല മാർക്കറ്റിൽ. അപ്പോൾ ആ ഒരു സമയത്ത് എത്ര ഷെയർസ് ആണുള്ളൂ അത്രയും ഷെയർസ് മാത്രമേ ഉള്ളൂ. പക്ഷേ കൂടുതൽ ആളുകൾ ഇത് വാങ്ങാൻ തയ്യാറായി വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വില ആര് കൊടുക്കുന്നു അവർക്ക് ഈ ഷെയർസ് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ വില കൂടുന്നത്. അതുപോലെ തന്നെ സിമിലർലി മറ്റൊരു ബാങ്ക്, ആ ബാങ്ക് ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്, ആ ബാങ്ക് ഇപ്പം കൊളാപ്സ് ആകും, പൊട്ടും എന്ന് കേട്ട് കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് പാനിക്കായിട്ട് എൻ്റെ പൈസ നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് ആ ബാങ്കിൻ്റെ വെച്ചിരിക്കുന്ന ഷെയർ വിറ്റൊഴിവാക്കും. വിറ്റൊഴിവാക്കുമ്പോൾ ചുളുവിലക്ക് കിട്ടുമ്പോൾ മറ്റൊരാൾ വാങ്ങിക്കുന്നു. പക്ഷേ വാങ്ങാനുള്ള ആൾക്കാർ കുറവാണ്, വിൽക്കാനുള്ള ആൾക്കാർ കൂടുതലും. അവിടെ സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവുമാണ്. അങ്ങനെയുള്ളപ്പോൾ കിട്ടുന്ന വിലയ്ക്ക് ആളുകൾ ഇത് കൊടുത്തൊഴിവാക്കും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഷെയർ പ്രൈസ് കുറയും. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കുകളുടെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും 2 രീതികളിൽ പണം ഉണ്ടാക്കാം. ഒന്ന്, ഒരു കമ്പനിയുടെ സ്റ്റോക്ക് നിങ്ങൾ വാങ്ങി, ഉദാഹരണത്തിന് ഇപ്പോൾ ICIC ബാങ്കിൻ്റെ സ്റ്റോക്ക് നിങ്ങൾ വാങ്ങി, വില കുറഞ്ഞപ്പോൾ നിങ്ങൾ വാങ്ങി, വില കൂടിയപ്പോൾ നിങ്ങൾ വിറ്റു. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് ഉണ്ടായി, നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി. ഇതാണ് നിങ്ങളുടെ ലാഭം. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് ഡിവിഡൻഡുകളാണ്. ചില കമ്പനികൾ അവർ ബിസിനസ് ചെയ്തുണ്ടാക്കുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുക്കാറുണ്ട്. ചില കമ്പനികൾ ക്വാർട്ടർലി, അതായത് 3 മാസം കൂടുമ്പോൾ ഡിവിഡൻഡുകൾ കൊടുക്കാറുണ്ട്. ചില കമ്പനികൾ ഇയർലി, അതായത് വർഷാവർഷമായിരിക്കും ഈ കിട്ടുന്ന ലാഭം വീതിച്ച ആളുകൾക്ക് കൊടുക്കുന്നത്. അതായത് കമ്പനികൾ അവരുടെ ഷെയർ ഹോൾഡേഴ്സിനെ ഒന്ന് അക്നോളജ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഞങ്ങളുടെ ഷെയറുകൾ വാങ്ങിച്ചതിനും ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഭാഗമായിട്ടിരിക്കുന്നതിനും ഉള്ളൊരു നന്ദി എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ഷെയർ ഹോൾഡേഴ്സിനെ കൂടുതൽ എൻകറേജ് ചെയ്യും, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഇവരുടെ ഷെയർസ് കൂടുതൽ വാങ്ങിക്കാനും പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ഇതൊക്കെ കേട്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അതൊക്കെ ശരി, അപ്പോൾ ശരിക്കും ഞാൻ എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഞാനിപ്പോൾ HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കണോ, അതോ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കണോ, അതോ ICIC ബാങ്കിൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കണോ? എന്തിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിലേക്ക് നമുക്ക് വരാം. അവിടെയാണ് ഞാൻ ഈ പറയുന്ന ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് വാങ്ങുക എന്ന് പറയുന്നത് എല്ലാ കാലത്തും റിസ്ക്കിയാണ്. കാരണം ഇനി ഇതിപ്പോൾ എത്ര വലിയ കമ്പനിയാണെങ്കിലും, അതിപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ആയാലും HDFC ബാങ്ക് ആയാലും നമ്മുടെ ഇന്ത്യയിലുള്ള എത്ര വലിയ കമ്പനി ആയാലും അതെപ്പോൾ വേണമെങ്കിലും ഔട്ട് ഓഫ് ട്രെൻഡ് ആകാം. ആ ഒരു ട്രെൻഡ് അവസാനിക്കാം. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ നോക്കിയ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മുടെ ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന ഒരു ബ്രാൻഡാണ്. ഒരു 2008-2010 കാലഘട്ടം വരെ ഒരു 10 പേരെ എടുത്താൽ 10-ൽ 9 ആളുകളുടെയും കയ്യിൽ നോക്കിയയുടെ ഫോണുകളായിരുന്നു. പക്ഷെ നമ്മളന്ന് ജന്മത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഒരു 2-3 വർഷം കൂടെ കഴിയുമ്പോൾ 2013-14 ആകുമ്പോൾ നോക്കിയ ഫീൽഡിൽ പോലും അങ്ങനെ അധികം ഉണ്ടാവില്ല എന്നുള്ള കാര്യം. വെറും നിസ്സാരമായിട്ടുള്ള 2-3 വർഷങ്ങൾ കൊണ്ടാണ് നോക്കിയ ഫീൽഡ് ഔട്ടായി പോയത്. അത് ടെക്നോളജിക്കൊത്ത് കാലം മാറിയതിനനുസരിച്ച് നോക്കിയയ്ക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആൻഡ്രോയിഡ് ഫോണുകൾ അടക്കി വാണുകൊണ്ടിരുന്ന കാലത്ത് അപ്പോഴും നോക്കിയ വിൻഡോസിൻ്റെ വോയിസുമായിട്ട് വന്നു. ആളുകളുടെ ഇടയിൽ അതിനൊരു പ്രാബല്യം ഉണ്ടായില്ല, സ്ഥിരതയുണ്ടായില്ല.
ആളുകൾക്ക് ആൻഡ്രോയിഡ് ഫോണുകൾ കൂടുതൽ കമ്പാറ്റബിൾ ആയിട്ടും കൂടുതൽ റിലയബിൾ ആയിട്ടും തോന്നി. ആളുകൾ നോക്കിയ വാങ്ങിക്കുന്ന നിന്നു. നോക്കിയയുടെ ഡിമാൻഡ് കുറഞ്ഞു. അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആളുകൾ, ഏറ്റവും കൂടുതൽ കൺസ്യൂമേഴ്സ് ഉണ്ടായിരുന്ന ഒരു കമ്പനി ഒന്നും അല്ലാതായി പോയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഐഡിയ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക്. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ, അതായത് ഞാനൊക്കെ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ ഒരുപാട് എല്ലാവരുടെയും കയ്യിൽ ഐഡിയ ആയിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലും ഒക്കെ എയർടെല്ലായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ബാക്കി ഞാൻ കാണുന്ന എല്ലാവരുടെയും കയ്യിൽ ഐഡിയ ആയിരുന്നു. ആരോട് ചോദിച്ചാലും എല്ലാവരുടെ കയ്യിലും ഐഡിയ ആണ് സിമ്മുള്ളത്. അപ്പോൾ അങ്ങനെ ഐഡിയ എന്ന് പറയുന്ന കമ്പനി ജിയോ എന്ന് പറയുന്ന ഒരു കമ്പനി വന്നതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം. വോഡാഫോണുമായിട്ട് ഇപ്പോൾ അവർ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞുണ്ട്. പക്ഷേ അത് എവിടെയാണോ എന്തോ കേൾക്കാറ് പോലും ഇല്ല അതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എത്ര വലിയ കമ്പനിയാണെങ്കിലും കാലത്തിനനുസരിച്ച് ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അപ്ഡേറ്റ് ആയില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അത് ഫീൽഡ് ഔട്ടായി പോവാം, തകർന്നു പോവാം. അതുതന്നെയാണ് നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലുള്ള റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഏറ്റവും വലുതായിട്ട് കാണുന്ന, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വസ്തമായിട്ട് തോന്നുന്ന ഒരു കമ്പനി നാളെ ടെക്നോളജി മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ കാലം മാറുന്നതനുസരിച്ച് ആ കമ്പനി അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ആ കമ്പനി ഫീൽഡ് ഔട്ട് ആവും. ആ കമ്പനി അതിന് പ്രസക്തി ഇല്ലാതാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വലിയൊരു ലാഭം പ്രതീക്ഷിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, ആ ലാഭം നിങ്ങൾക്ക് കിട്ടിയില്ല, ആ പണം നിങ്ങൾക്ക് നഷ്ടമായി. രണ്ട്, നിങ്ങളുടെ സമയം. 10-15 വർഷം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ട, വലിയ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യേണ്ട, നിങ്ങളുടെ ബേസിക് ഫൗണ്ടേഷനായിട്ട് ഇനി അങ്ങോട്ടുള്ള കാലത്ത് വർക്ക് ചെയ്യേണ്ടത് ഈ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം നിങ്ങൾ ഒരു കമ്പനിയെ മാത്രം വിശ്വസിച്ച് നഷ്ടപ്പെടുത്തി. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചടിയായിരിക്കും തരുന്നത്. അതാണ് എൻ്റെ ഈ വീഡിയോയുടെ മെയിൻ ടോപ്പിക്കിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്സ്. കാരണം 1-2 സ്റ്റോക്കുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അതിനെന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ എത്ര വലിയ ട്രേഡർ ആണെങ്കിലും എത്ര വലിയ ഇൻവെസ്റ്റർ ആണെങ്കിലും ഒരു ലോങ്ങർ ടൈം ഹൊറൈസണിലേക്ക് ഏതൊക്കെ കമ്പനികൾ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ പാടാണ്. പക്ഷേ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ പലരും ഇൻഡെക്സ് ഫണ്ടുകളിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അന്ന് മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഒരു കൂട്ടം കമ്പനികളെല്ലാം കൂടി ഒറ്റ പാക്കേജ് ആയിട്ട് അവർ വാങ്ങിക്കുകയാണ്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ DTH ഉണ്ടാവും. അപ്പോൾ ഈ DTHൽ നിങ്ങളൊരു പാക്കേജാണ് എടുത്തിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പിക്ക് ചെയ്തെടുക്കല്ല, സൂര്യ വേണം, ഏഷ്യാനെറ്റ് വേണം, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2-3 ചാനൽ പിക്ക് ചെയ്തെടുക്കല്ല. നിങ്ങളൊരു പാക്കായിട്ടാണ് അത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവർ പറയും മലയാളം ഇത്ര ചാനലുണ്ടാവും, ഹിന്ദി ഇത്ര ചാനലുണ്ടാവും, ഇംഗ്ലീഷ് ഇത്ര ചാനലുണ്ടാവും, മാസം ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്കത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു കൂട്ടം സ്റ്റോക്കുകളുടെ ഒരു കളക്ഷനാണ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ് ആണെങ്കിൽ അതിനകത്ത് 50 സ്റ്റോക്കുകൾ ഉണ്ടാവും. നിഫ്റ്റി 100 എന്ന് പറയുന്ന ഇൻഡെക്സ് ആണെങ്കിൽ അതിനകത്ത് 100 സ്റ്റോക്കുകൾ ഉണ്ടാവും. നിഫ്റ്റി മിഡ് ക്യാപ് 100 എന്ന് പറയുന്നതാണെങ്കിൽ മിഡ് ക്യാപ് സെഗ്മെന്റിലുള്ള 100 സ്റ്റോക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ നിഫ്റ്റി 50യുടെ നിഫ്റ്റി ബീസ് എന്ന് പറയുന്ന ഒരു ETF വാങ്ങിച്ചു എന്നിരിക്കട്ടെ, അതിനകത്ത് 50 സ്റ്റോക്കുകളുടെ ഒരു ഫ്രാക്ഷനാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ 50 സ്റ്റോക്കുകളിൽ ഉള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്ക്, ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഏതെങ്കിലും ഒരു കമ്പനി തകർന്നു പോവുകയാണെങ്കിൽ നിങ്ങളെ അത് സാരമായിട്ട് ബാധിക്കില്ല എന്നുള്ളതാണ് സത്യം. 50-ൽ 1 പോയി കഴിഞ്ഞാൽ ബാക്കി 40 ഉണ്ട്. പോട്ടെ, 50-ൽ ഇനി 5 ലോങ്ങർ ടൈം ഹൊറൈസണിൽ പോയാലും ബാക്കി 45 ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ പാഴായി പോകുന്നില്ല. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ നന്നായിട്ട് നിലനിൽക്കുന്ന കാലം വരെ. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ എത്രയും നാൾ നന്നായിട്ട് നിലനിൽക്കുന്നോ അത്രയും നാൾ നിങ്ങൾക്ക് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്കണോമിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് ഫണ്ട് വാങ്ങുന്നതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് സ്റ്റോക്കുകൾ അതിൻ്റെ ചാർട്ടുകൾ ഇരുന്ന് അനലൈസ് ചെയ്ത് ഒരുപാട് തലയ്ക്ക് വട്ടുപിടിക്കേണ്ട കാര്യമില്ല. പകരം ഈ ഒരു ഇൻഡെക്സ് ഫണ്ടിൻ്റെ ഒറ്റ ചാർട്ട് എടുത്തിട്ട് നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും കഴിഞ്ഞ 20 വർഷത്തിൽ ഇത് എങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്തിരിക്കുന്നതെന്ന്, അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്, എത്രത്തോളം റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വളരെയധികം എളുപ്പമായിരിക്കും. മാത്രമല്ല, ഇന്ത്യയിൽ ഇന്ന് നിൽക്കുന്ന ടോപ്പായിട്ടുള്ള 50 കമ്പനികളുടെ ഒരു ബാസ്ക്കറ്റാണ് ഈ ഇൻഡെക്സ് ഫണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ് ഫണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ സ്മോൾ ക്യാപ് സ്റ്റോക്കോ അല്ലെങ്കിൽ മിഡ് ക്യാപ് സ്റ്റോക്കോ വാങ്ങുന്ന പോലുള്ള വലിയ നേട്ടമൊന്നും ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് വരാം. അതുപോലെ വലിയ നഷ്ടം ഉണ്ടാവില്ല. ഈ സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ, മിഡ് ക്യാപ് സ്റ്റോക്കുകളൊക്കെ ചിലപ്പോൾ 35%, 40% ഒക്കെ റിട്ടേൺസ് വരുന്ന സ്റ്റോക്കുകളുണ്ട്. അതുപോലെ താഴേക്ക് പോകുന്നതുകൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇൻഡെക്സ് ഫണ്ടിൻ്റെയൊക്കെ ഒരു റിട്ടേൺസ് എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ളൊരു 12% അല്ലെങ്കിൽ 13% അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ലഭിക്കും എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഒരു ലോങ്ങർ ടൈം ഹൊറൈസണിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെൽത്ത് ബിൽഡ് ചെയ്യാൻ അത് മാത്രം മതി. ഇപ്പോൾ കഴിഞ്ഞ 20 വർഷത്തിൽ നമ്മുടെ നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ് എങ്ങനെയൊക്കെയാണ്
വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെയൊക്കെ അപ്പ് സംഭവിച്ചു, എവിടെയൊക്കെ ഡൗൺ സംഭവിച്ചു, എങ്ങനെ അത് റിക്കവറായി, എവിടെയൊക്കെ കൺസോൾഡേറ്റ് ആയി, ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് സ്റ്റോക്കുകളിലൊക്കെ പോയി തപ്പി തടയുന്നതിനേക്കാളും ഈ ഒരൊറ്റ സാധനം, ഒറ്റ ചാർട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ട്രാക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. കാരണം അതിനകത്ത് ടെക് സ്റ്റോക്കുകളുണ്ട്, ഫിനാൻസ് സ്റ്റോക്കുകളുണ്ട്, ബാങ്കിങ് സ്റ്റോക്കുകളുണ്ട്, ഓട്ടോമോട്ടീവ് സ്റ്റോക്കുകളുണ്ട്, അഗ്രികൾച്ചർ സ്റ്റോക്കുകളുണ്ടാവും, EV സ്റ്റോക്കുകളുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോക്കുകൾ അതിനകത്തുണ്ടാവും. പക്ഷേ ഈ ബെസ്റ്റ് സ്റ്റോക്കുകൾ ഏതാണെന്ന് പോയി കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കേണ്ട ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്കുണ്ടാകുന്നില്ല. അപ്പോൾ ഒരു തുടക്കക്കാരനായിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഡെക്സ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഇതിനകത്തുള്ള ചില സ്റ്റോക്കുകൾ ഇനി താഴേക്ക് പോയാലും ഭൂരിപക്ഷം സ്റ്റോക്കുകൾ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ മാർക്കറ്റിന്റെ ഒരു അപ്വേർഡ് മൂവ്മെന്റിന്റെ പ്രയോജനം, ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അല്ല ഇപ്പം നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഏതെങ്കിലും സ്റ്റോക്കിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ മാർക്കറ്റിന്റെ പൊതുവായിട്ടുള്ള ട്രെൻഡ് അപ്വേർഡാണെന്ന് വിചാരിക്കുക. അപ്പോൾ മാർക്കറ്റ് മുഴുവൻ മുകളിലേക്ക് പോകുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഈ താഴേക്ക് പോയിട്ടുള്ള അല്ലെങ്കിൽ ഇടിഞ്ഞു നിൽക്കുന്ന സ്റ്റോക്കിലേക്ക് നോക്കി വിഷമിച്ചിരിക്കേണ്ട അവസ്ഥയുണ്ടാവും. പിന്നെ നമ്മൾ 90കളുടെ തുടക്കം മുതൽ ഇങ്ങോട്ടുള്ള ട്രെൻഡ് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാലം മാറുന്നതനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന കമ്പനികൾ മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അന്നത്തെ കാലത്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്ക് ആയിരിക്കും. ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതുപോലെ ആ സ്റ്റോക്ക് വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ ഈ നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ് അതെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും. ഇൻഡെക്സ് എന്ന് പറയുന്നത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും. കറൻ്റ്ലി ഏത് സ്റ്റോക്കുകളാണോ ടോപ്പിൽ നിൽക്കുന്നത് ആ സ്റ്റോക്കുകളായിരിക്കും ഈ ഇൻഡെക്സിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള കൺഫ്യൂഷൻസോ വിഷമോ ഒന്നും വേണ്ട. കറൻ്റ്ലി ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും ആ ഇൻഡെക്സിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഔട്ട്ഡേറ്റഡ് ആയി പോയെന്നുള്ള പേടിയും നമുക്ക് വേണ്ട. അപ്പോൾ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം, എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. ഹൗ യു ഷുഡ് ആക്ച്വലി ഇൻവെസ്റ്റ്, അതാണ് പാർട്ട് 3. അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക. നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ വാങ്ങാനും തിരഞ്ഞെടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള നല്ല റെപ്യൂട്ടേഷനുള്ള ഒരു ബ്രോക്കറിനെ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ, ഒരു പ്ലാറ്റ്ഫോം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് സെറോദ, ആപ്സ്റ്റോക്സ്, ഗ്രോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെയധികം വിശ്വസ്തതയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്രോക്കറേജ് കുറഞ്ഞ പ്ലാറ്റ്ഫോമാണ് വേണ്ടെങ്കിൽ ശൂന്യ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. കമ്പാരാറ്റീവ്ലി മറ്റു പ്ലാറ്റ്ഫോമുകളെക്കാളുമൊക്കെ ബ്രോക്കറേജ് വളരെയധികം കുറവാണ്. അപ്പോൾ നിങ്ങളൊരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പൊതുവായിട്ടുള്ള ഒരു ജനറൽ ഒപ്പീനിയനൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഏതാണ് കൂടുതൽ റിലയബിൾ, ഏതാണ് കുറഞ്ഞ ഫീസ് ചാർജ് ചെയ്യുന്നത്, ഏതാണ് അപ്ഡേറ്റഡ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് റിലയബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിലേക്ക് പൈസ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അതുമായിട്ട് ലിങ്ക് ചെയ്ത് ആ ലിങ്ക് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് പൈസ ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് ബാങ്ക് അക്കൗണ്ടാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഈ ബ്രോക്കറിലേക്ക് പൈസ ആഡ് ചെയ്യുക. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നോക്കുക, തുടക്കക്കാരാണ് നിങ്ങൾ, പലരും പറയുന്നതായിട്ട് ചില സ്റ്റോക്കുകൾ മാത്രം തിരഞ്ഞെടുത്തൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ പ്രലോഭനം ഉണ്ടാകും. കാരണം ഈ പറയുന്ന ഇൻഡെക്സ് ഫണ്ടുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ടുകൾക്ക് പൊതുവായിട്ട് ഇൻഡിവിജ്വൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ലാഭം കുറവായിരിക്കും. പക്ഷേ സേഫ്റ്റിയും സെക്യൂരിറ്റിയൊക്കെ ഉണ്ടാവും. ഈ ഇൻഡിവിജ്വൽ സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് എപ്പോഴും ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കാണ് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് പലപ്പോഴും അത്രത്തോളം ബെനിഫിഷ്യൽ ആകാറില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ കാലക്രമേണ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടുന്നത് തന്നെയാണ് കാരണം. അപ്പോൾ നല്ലൊരു ഇൻഡെക്സ് ഫണ്ട്, ഇപ്പോൾ നിഫ്റ്റി 50 അല്ലെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ് 100 നിഫ്റ്റി 100 അങ്ങനെ നല്ലൊരു ഇൻഡെക്സ് ഫണ്ട് തിരഞ്ഞെടുക്കുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. ഇനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അതാണ് അടുത്ത പോയിന്റ്, ഇൻവെസ്റ്റ്മെന്റ്സ് ഓട്ടോമേറ്റ് ചെയ്യുക. അതാണ് സ്റ്റെപ്പ് 4. അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല അവസരം ഏതാണെന്ന് പറഞ്ഞ് നോക്കി കാത്തിരുന്ന് സമയം കളയുന്നതിനേക്കാളും നല്ലത് ഒരു ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഇങ്ങനൊരു സേയിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ദർ ഇസ് നോ ടൈം ആസ് പെർഫെക്റ്റ് ടൈം. പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്ന ഒരു സമയം പലപ്പോഴും ഉണ്ടാവാറില്ല. അതിന് ഏതെങ്കിലും കാലത്ത് ലക്കിനൊക്കെ കിട്ടിയാൽ കിട്ടി എന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഓട്ടോമേഷൻ സെറ്റ് ചെയ്യുക. എല്ലാ മാസവും 1-ാം തീയതി ഒരു ഡയറക്റ്റ് ഡെബിറ്റ് സിസ്റ്റം. അപ്പോൾ ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് എല്ലാ മാസവും ഒരു കൃത്യസമയത്ത് സ്ഥിരമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ഡെബിറ്റായിട്ട് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഈ സ്റ്റോക്ക് അനലൈസ് ചെയ്തും സ്റ്റോക്ക് നോക്കിയും ഒന്നും നിങ്ങളുടെ സമയം പാഴാക്കേണ്ട. 2, നിങ്ങൾ ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇനി മറന്നുപോയാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടില്ല. കാരണം നിങ്ങൾ മറന്നുപോയാലും ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റം ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും.
അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഹൈ ആയിരിക്കുമ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കും, സ്റ്റോക്ക് മാർക്കറ്റ് ലോ ആയിരിക്കുമ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇതിൻ്റെ ഒരു ആവറേജ് കിട്ടും. നിങ്ങൾക്ക് അവസരങ്ങളൊന്നും ഒരിക്കലും നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇനി സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ച് ഇടിഞ്ഞു നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ കുറച്ച് യൂണിറ്റ്സ് ബൈ ചെയ്യുകയും ചെയ്യാം. അപ്പം നിങ്ങളുടെ ടോട്ടൽ ആവറേജ് കോസ്റ്റും കുറഞ്ഞു കിട്ടും, ഭാവിയിൽ കിട്ടാൻ പോകുന്ന പ്രോഫിറ്റും കൂടും. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് ഹൈ ആണെങ്കിൽ ആ മാസത്തേക്ക് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് കുറഞ്ഞു വരികയാണെങ്കിൽ ആ മാസത്തേക്ക് വേണമെങ്കിൽ 2 മാസത്തെ ഒരുമിച്ച് നമുക്ക് വാങ്ങിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ആവറേജ് ചെയ്യപ്പെടും. മാത്രമല്ല ഭാവിയിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റത്തിന് നമ്മൾ SIP എന്നാണ് പറയുന്നത്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഈ SIPയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പല പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്റ്റെപ്പ് അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക കൂട്ടുക, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി ആവറേജ് കോസ്റ്റ് കുറയ്ക്കാനും ലാഭം കൂട്ടാനും സാധിക്കും. മാത്രമല്ല നമുക്ക് പ്രോപ്പറായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ മാനുവലി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിക്കുക ഈ മാസം ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു 2-3 മാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ നിർത്താൻ സാധ്യതയാണ്. മാത്രമല്ല ആ പണം എടുത്ത് മറ്റു കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധ്യതയാണ്. പക്ഷേ നിങ്ങൾക്ക് സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന 5-ാം തീയതി, ആ 5-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതി തന്നെ നിങ്ങൾ ഒരു SIP സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പണം ആദ്യം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവും. ബാക്കി പൈസ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണുള്ളൂ. അപ്പോൾ അത്രയും പണം മാത്രം ചിലവഴിക്കാനുള്ള ടെൻഡൻസിയെ നിങ്ങൾക്കുണ്ടാവുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വലിയൊരു ഡിസിപ്ലിൻ നിങ്ങൾക്കുണ്ടാവും. ഇനി ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ, എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പോൾ Nifty 50 എന്ന് നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2020 കൊറോണ വന്നപ്പോൾ വലിയൊരു ഇടിവാണ് അതിനകത്ത് വന്നത്. പക്ഷേ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ അതിനേക്കാളും വലിയ രീതിയിൽ റിക്കവർ ചെയ്തു, പുതിയ ന്യൂ ഹൈ സെറ്റ് ചെയ്യുകയും ചെയ്തു, ഓൾ ടൈം ഹൈ സെറ്റ് ചെയ്യുകയും ചെയ്തു. അതുപോലെ പുറകോട്ടുള്ള ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോഴും എപ്പോഴൊക്കെ ഒരു ഇടിവുണ്ടായിട്ടുണ്ടോ ഇൻഡെക്സ് ഒക്കെ അതുപോലെ തന്നെ തിരിച്ച് കയറി വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഈ ഇൻഡെക്സിലുണ്ടായിരുന്ന പല സ്റ്റോക്കുകളും തകർന്നടിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, വലിയ എന്ത് ക്രൈസിസ് വന്നാലും ഒരുപാട് ക്രൈസിസ് എല്ലാം ഈ ഇൻഡെക്സുകൾ റിക്കവർ ചെയ്യാറുണ്ട്, അതിനെ ഓവർകം ചെയ്യാറുണ്ട്. പക്ഷേ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് പലതും ആ ഒരു ഫ്ലോയിൽ പെട്ട് നശിച്ചു പോകാറുമുണ്ട്. അപ്പോൾ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി നിങ്ങൾ ഓൾറെഡി ഓൾമോസ്റ്റ് ഒരു 90% പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ എക്കണോമിയൊക്കെ തകർന്നടിഞ്ഞാലുള്ള അവസ്ഥയാണ്. അങ്ങനെയാണ് തകർന്നടിയുന്ന സമയത്ത് നമ്മുടെ രാജ്യം തന്നെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ, അങ്ങനെയുള്ള മോശപ്പെട്ട സംഭവങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ സേഫാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ വീഡിയോ തന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഈ ചാനൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോക്കുകളെ കുറിച്ചും ട്രേഡിങ്ങിനെ കുറിച്ചും ഫിനാൻസിനെ കുറിച്ചും ഒക്കെ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് കാണുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസും നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മൈൻഡ് സെറ്റും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മെയിൻ ചാനലിൽ ഇനി സ്റ്റോക്കുകളെ കുറിച്ചുള്ള ട്രേഡിംഗ് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യില്ല. നമ്മൾ ഈ ചാനലിലായിരിക്കും ഫിനാൻസ് വീഡിയോകൾ, ട്രേഡിംഗ് വീഡിയോകൾ, ഇൻവെസ്റ്റ്മെൻറ്റ് വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please like, share and subscribe. And please don't forget to enable the bell button. I will see you in my next video. I am Adil Hussain, signing off.